ഇപ്പോൾ നമ്മൾ ബെൻസ് കാറിൽ വന്നിറങ്ങിയിട്ട് ചോദിക്കുക ചിലപ്പോൾ 250 പേര് ചെരുപ്പായിരിക്കും. നമ്മളിവിടെ ചെരുപ്പിനെ കാണുന്ന പ്രൈസിങ്ങിലാണ്, പിന്നെ കാഴ്ചയിലും. അത് മാറിയിട്ട് ക്വാളിറ്റിയിൽ നമ്മൾ കാണും. ഫുട്വെയർ ജസ്റ്റ് നമ്മൾ കാലിലൊരു ഫാഷന്റെ ഭാഗമായിട്ട് ഇടാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. അതിന്റെ ബിഹൈൻഡ് കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം എൻഷുർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. വിൻഹീൽസ് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും കാലത്തിനിടയ്ക്ക് മാർക്കറ്റിംഗിലും ബ്രാൻഡിങ്ങിലും ഒക്കെ ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ളത്? വിൻഹീൽസ് അപ്പോൾ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊരു ചെരുപ്പ് ഉണ്ടാക്കില്ലല്ലോ. ഡയബറ്റിക്കിന്റെ സ്കിന്ന് വളരെ തിന്നായിരിക്കും, പൊട്ടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. നോർമൽ ഫുട്വെയർ പലപ്പോഴും ഹാർഡായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഫുട്വെയർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഫ്ലാറ്റ് ഫുട്ട് എന്നിപ്പോൾ ഒരു കോമണാണ്. ശരിക്കും ഒരു 10 വയസ്സിനുള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സൊല്യൂഷനാണ് ആർച്ചിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാനുള്ളത്. വിദേശ രാജ്യങ്ങളൊക്കെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട്, നമ്മുടെ ക്രോക്സ് പോലെയുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുന്നത് ശരിക്കും അത് ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അത് ശരിക്കും പറയാൻ ഒരു ഫിഷർമാൻ ഫുട്വെയറാണ്. നമ്മുടെ ഒരു ഫുട്ടിന് 3 പ്രഷർ പോയിന്റ്സ് മെയിനായിട്ട് വരുന്നത്. ഈ 3 പ്രഷർ പോയിന്റ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രഷറാണ് ഹീൽ പോയിന്റ്. ഹീൽ പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കാഫ് മസിൽ. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ഹാർട്ടായിട്ട് കാഫ് മസിലിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചെരുപ്പ് എവിടെ സാധാരണ തേയ്മാനം വരാം? അടിഭാഗത്ത്. അവിടെ മാത്രമല്ല, ഉള്ളില് അതുപോലെ പ്രിന്റ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പ്രിന്റ് അവിടെ കാണുന്നില്ല. അല്ല, ഇപ്പൊ ആദ്യത്തെ ഹവായി ആണെങ്കിൽ വൈറ്റ് പോയി ബ്ലൂ കാണും. ഈ തേയ്മാനം ഡയറക്റ്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് പോയി. ഏറ്റവും വില കുറച്ച് കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ സെയിൽ തിരിച്ചും സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ 10,000 വിലയുള്ള പല ബ്രാൻഡ്സും മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഈ പറയുന്ന പോലത്തെ നമ്മുടെ ഒരു ഹെൽത്തിനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതിലും ആശങ്ക ഉണ്ടാവാറില്ലേ? കേരളം ശരിക്കും ബിസിനസിന് പറ്റിയ മണ്ണല്ല, കേരളത്തിൽ ബിസിനസ് വളരില്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവിടെ നിന്നും ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെയിം വളർത്തിയെടുത്തതിൽ അതിന്റെ ഒരു POV എന്താണ് സാർ? ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരുപ്പ് മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓരോ ചെറിയ ചെറിയ ബൂത്തുകളിൽ ചിലപ്പോൾ ഒരു 3D മെഷീൻ വെച്ചിട്ട് അവിടെ വന്ന് ഓർഡർ കൊടുത്ത് അവിടെ നിന്ന് ചെരുപ്പ് ഉണ്ടാക്കി പോകുന്ന കാലഘട്ടമായിരിക്കും വരാം. ഷോപ്പുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. ഫാഷൻ ആൻഡ് കംഫർട്ട്, ഇത് രണ്ടും എപ്പോഴും വിപരീത ദിശയിലാണ് ആളുകൾ നോക്കി കാണാറുള്ളത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ്. അതെ, കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ കച്ചവടത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒക്കെ ചരിത്രം പറയാനുണ്ടാകും. അവിടെ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു ഫുട്വെയർ ബ്രാൻഡ് വിൻഹീൽസ്. വിൻഹീൽസ് ബ്രാൻഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബാബു മാളിയേക്കൽ സാറും അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സാറാ ഫെന്നുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. വെൽക്കം. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന് നൂറ്റാണ്ടുകളുടെ വ്യാപാര ചരിത്രം തന്നെ പറയാനുണ്ട്. പക്ഷേ അവിടെ നിന്ന് എങ്ങനെയാണ് സാർ ഒരു ഫുട്വെയർ ബ്രാൻഡിലേക്ക് എത്തിപ്പെട്ടത്? എന്താണ് വിൻഹീൽസ് ബ്രാൻഡിന്റെ തുടക്കം? വിൻഹീൽസ് ഞങ്ങൾ ശരിക്കും ഈ തുടങ്ങുന്നത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞാലാണ് വിൻഹീൽസിലേക്ക് വരാൻ കഴിയുക. പറയാം, കേരളം പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഫുട്വെയർ ഹബ്ബാണ് ഇവിടെ. ഇപ്പോൾ ഹവായിൽ നിന്നും തുടങ്ങി PVC, PU, അതേപോലെ തന്നെ TPU, സ്റ്റെപ്കോൺ, അങ്ങനെ ഇതിൻ്റെ വിവിധ സെക്ടറുകൾ ഈ ഇൻഡസ്ട്രിയിൽ കടന്നു പോയിട്ടുണ്ട്. അന്നൊരു സമയത്ത് 98-ലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഫുട്വെയർ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സാർ ഫാമിലി പരമായിട്ട് ബിസിനസ് നടത്തിയിരുന്ന ഫാമിലിയാണ്? സാറാണ് ആദ്യമായിട്ട്? അതെ, ഞാൻ യഥാർത്ഥത്തിൽ ബാഗ് ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് യാദൃശികമായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. ആക്ച്വലി ഞാൻ ചെറിയൊരു ഡിസൈനറും ചെറിയൊരു ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കുറച്ചും കൂടിയും കംഫർട്ടബിളായി. അപ്പോൾ അങ്ങനെ അതിന് നമ്മുടെ അടുത്ത് വന്ന റിക്വയർമെൻറ്റുകൾ, അതായത് ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു പ്രമുഖ ബ്രാൻഡ് നമ്മളെ കോൺടാക്ട് ചെയ്യായിരുന്നു. അതിൻ്റെ ഒരു കാരണം തൃശ്ശൂർ തന്നെ, ഞാൻ ആക്ച്വലി തൃശ്ശൂരാണ്, തൃശ്ശൂരുള്ള ഒരു കമ്പനി. അന്ന് ആ കമ്പനി സാമ്പത്തികമായിട്ടും വളരെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അതിൻ്റെ ഒരു കാരണം അവർക്ക് നല്ല പ്രൊഡക്റ്റുകളില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അവസാനത്തെ ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ ബാഗ് ഇൻഡസ്ട്രിയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിസൈനിങ്ങിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇതുള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഇതിലേക്ക് ഇങ്ങനെ ഒരു വർക്ക് വേണം. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം, എങ്ങനെ ചെയ്യണം എന്നുള്ള അവർക്കറിയില്ല. അങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്തു. അത് ഡിസൈൻ അതിൻ്റെ A to Z വർക്ക് നമ്മളത് പ്ലാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അന്ന് നമുക്കും അതൊരു ത്രില്ലായിരുന്നു, ഒരു പുതിയൊരു സംഭവം നമ്മുടെ മുന്നിൽ നമുക്ക് അങ്ങനെ ഏറ്റെടുത്തു. അത് ക്ലിക്കായി മാർക്കറ്റിൽ. ഒരു വെങ്ക ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടികളുടെ ഒരു ബോയ്സ് ചെരുപ്പിൻ്റെ സ്റ്റിക്കറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ വെങ്ക ബോയ്സ് എന്ന് പറഞ്ഞാൽ അന്നൊരു വേൾഡ് ഫേമസ് ആൽബം ഉണ്ടായിരുന്നു, മ്യൂസിക് ആൽബം. അതിൻ്റെ പേരാണ് നമ്മളന്ന് സെലക്ട് ചെയ്തവർക്ക് കൊടുത്തത്. അപ്പോൾ അത് അന്ന് മാർക്കറ്റ് വളരെ തട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നൊരു സ്ഥാപനം വേറൊരു ലെവലിലേക്ക് എത്തിയപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള മറ്റാളുകൾ ഇത് ശ്രദ്ധിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകിൽ ആര് എന്നുള്ള അന്വേഷിക്കല്ലോ. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പലരും സമീപിച്ചപ്പോൾ
അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ഇതിൻ്റെ വലിയൊരു സാധ്യത ഉണ്ടെന്നുള്ളതും ഇതിനൊരുപാട് ആവശ്യക്കാരുണ്ടെന്നുള്ളതും. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ തൃശ്ശൂർ തന്നെ ഇതിൻ്റെ സ്റ്റിക്കർ, അതുപോലെ ഇതിൻ്റെ അപ്പർ, ഇതിന് വേണ്ട എല്ലാ മെറ്റീരിയലും ഏതൊക്കെ രീതിയിൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് അവിടെ യൂണിറ്റ് തുടങ്ങുന്നത്. അന്നിപ്പോ ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാറ് സ്കെച്ചിങ് ആയിരിക്കില്ല അധികം, ഇന്നത്തെ തീർച്ചയായിട്ടും പോലെ ആണ്. ടൂൾസും ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ മാറി. ഇന്ന് ടോട്ടൽ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ, അതെ അതെ അതെ. നമ്മൾ വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡിസൈൻ അടക്കം AI വെച്ചിട്ട്. അതെ അതെ അതെ. ഇപ്പൊ ഡിസൈനിങ് ടെക്നോളജീസിൽ പുതിയത് കുറെ ചെയ്തു വരുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പെൻസിൽ ഡ്രോയിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്ത് അതിൻ്റെ ആ ഒരു ഇന്നത്തെ നമുക്ക് കമ്പയർ ചെയ്യാനേ കഴിയില്ലല്ലോ. ആ ഒരു Okay, എങ്ങനെയാണ് ഈ വിൻഹീൽസ് എന്നൊരു പേരിലേക്ക് സാർ എത്തുന്നത്? അന്ന് ഇപ്പൊ ഒരു ബ്രാൻഡ് തുടങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം? അതായത് ഞങ്ങൾ ഈ സ്റ്റിക്കർ വർക്ക് ഇങ്ങനെ കമ്പനികൾക്ക് ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വലിയൊരു ഫേമസ് ബ്രാൻഡിനാണ് അന്ന് ചെയ്തത്. പക്ഷേ ഇത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ബ്രാൻഡിൽ അവർക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വന്ന് ആ ബ്രാൻഡ് ഇല്ലാതായി പോയി. ആ സമയത്ത് നമുക്ക് വലിയ സാമ്പത്തിക ഒരു പ്രയാസം വന്നു. അന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്കൊരു ഓൺ ബ്രാൻഡ് ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. കാരണം നമ്മളൊരു ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പൈപ്പ് ലൈനിൽ ഒരുപാട് റോ മെറ്റീരിയൽ കാര്യങ്ങൾ, അത് വലിയൊരു ബേഡനായിട്ട് നമുക്ക് വന്നു ആണ്. അപ്പോൾ പക്ഷേ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നോട്ട് ഈസി, അതത്ര എളുപ്പമുള്ളൊരു ഗെയിമല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് മുഴുവൻ ഞങ്ങൾക്ക് ഈ പാർട്സും ഇതിലൊക്കെ ചെയ്യാൻ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ വിൻഹീൽസ് അങ്ങനെ വന്നു. ഞങ്ങളന്ന് ഹീല് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പാർട്സിന് ഞാൻ പറഞ്ഞല്ലോ പല പാർട്സുകളും ഞങ്ങൾ ചെരുപ്പിന് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഹീൽ കട്ടിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹീൽ കട്ടിങ്ങിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വിൻഹീൽസ് എന്നുള്ളൊരു ബ്രാൻഡ് ബ്രാൻഡ് നെയിമിലേക്ക് ഞങ്ങൾ വന്നത്. എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടായിരുന്നു അതില്? അന്ന് പ്രത്യേക മീനിങ് നമ്മൾ ആലോചിച്ചില്ല. പിന്നെ ഞങ്ങൾ തന്നെ ആലോചിച്ചിരുന്നത് വിജയത്തിൻ്റെ കുളമ്പടി എന്നുള്ളൊരു രീതിയിൽ വിൻഹീൽസിന് ഞങ്ങൾ അന്ന് നമ്മളിതിൻ്റെ ഒരു ബ്രാൻഡിങ് എത്രത്തോളം വേണം അതിനെക്കുറിച്ച് സ്റ്റഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അന്ന് നമ്മൾ ലൈസൻസിങ്ങിന് അപേക്ഷിക്കുമ്പോൾ നമുക്കൊരു ബ്രാൻഡ് വേണം, ഒരു പേര് വേണം. അതായിരുന്നു കൺസെപ്റ്റ്. 98 അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിന്റെ അല്ലെങ്കിൽ ഒരു ഡിസൈനിന്റെ ആസ്പെക്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് എപ്പോഴാണ് ശരിക്കും വിൻഹീൽസിലേക്ക് എത്തുന്നത്? ഞങ്ങൾ വിൻഹീൽസിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങുന്നത് 2006-ലാണ്. 2006 2007 നമ്മളത് ആ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. സാറിന് അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈനിലും ഇങ്ങനെ ഒരു ഫേമായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ വിൻഹീൽസ് തുടങ്ങുന്ന സമയത്ത് എത്രത്തോളം എളുപ്പമാക്കിയിട്ടായിരുന്നു? തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ, കാരണം ഇതിൻ്റെ ഏറ്റവും ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് നമുക്ക് അതിന് മുമ്പേ ധാരണ കിട്ടി ബ്രാൻഡ് തുടങ്ങുന്നതിന് മുമ്പ്. കാരണം നമ്മൾ ഈ ഇൻഡസ്ട്രിയിലെ ആളുകൾക്കാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത്, അവരാണ് നമ്മുടെ ക്ലയൻറ്റ്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും നമുക്കറിയാം, അവരുടെ ഓപ്പർച്യൂണിറ്റി എല്ലാം നമുക്കറിയാം. അവരെല്ലാം നമ്മളായിട്ട് ഡിസ്കഷൻ ചെയ്യും. അവരെ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ അവർ ഡിസ്കഷൻ ചെയ്യും നമ്മുടെ അടുത്തുനിന്ന്. കാരണം നമ്മളാണ് അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു പക്ഷേ അവർക്ക് അറിയാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. സാർ എവിടെയായിരുന്നു ഒരു മാർക്കറ്റിലെ ഒരു ക്യാപ്പ് കണ്ടെത്തിയത് ആക്ച്വലി? അതായത് വിൻഹീൽസ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ബ്രാൻഡ് ഇറങ്ങാമെന്നുള്ള എല്ലാവരും ആഗ്രഹം പോലെ നമ്മൾ തീരുമാനിച്ചെങ്കിലും കൂടിയിട്ട് ബ്രാൻഡിങ് നമുക്ക് അറിയാൻ വളരെ ടഫായിട്ടുള്ളൊരു ഇത് അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചത് കോമൺ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ആശയമാണ് ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഈ ആശയം നമ്മൾ പുറത്ത് വരുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് വരും. അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അത് ഒരുപാട് അതിൻ്റെ സ്ട്രക്ചറുകൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ MCR ചെരുപ്പുകൾ, കാരണം ഞങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയത് MCR ചെരുപ്പുകൾ ഞാൻ വളരെ കസ്റ്റമേഡായിട്ട് എന്നൊക്കെ വളരെ അപൂർവമായിട്ട് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ എന്നാൽ അതിന് വലിയ കോസ്റ്റാണ്. ഒരു കസ്റ്റമർ ഡോക്ടേഴ്സിന് അത് പ്രത്യേകം റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഏകദേശം അന്ന് തന്നെ ഒരു 1500-2000 ഒരു സിംഗിൾ പെയറിന് അന്ന് വിലയുണ്ട്. അപ്പോൾ ഇത് കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നായിരുന്നു നമ്മൾ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. മിഷനറി കാര്യങ്ങൾ ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് അതിനെ കൊണ്ടുവരാൻ നോക്കി. അതിൻ്റെ കോസ്റ്റ് 4-1 കുറച്ചുകൊണ്ട് അത് വിപണിയിൽ ഇറക്കി. അങ്ങനെയാണ് ഫസ്റ്റ്. അപ്പോൾ അതൊരായിരുന്നു, അത് നമ്മൾ ആ ഒരു സ്പേസ് ആയിരുന്നു നമ്മൾ നോക്കിയത്. മാർക്കറ്റിൽ എവിടെയാണ് സ്പേസ് എടുക്കുന്നത്, പക്ഷെ അവിടെ ഒരു ചലഞ്ചസ് ഉണ്ട്. കാരണം ഇന്ന് വരെ കാണാത്തൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പലരും അക്സെപ്റ്റ് ചെയ്യില്ല. ഫാക്ടർ. അതെ. പക്ഷെ അവിടെ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നന്നായിട്ട് ഉപയോഗിച്ചു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജി ഇല്ലായിരുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം,
എന്താണ് ഇതിൻ്റെ എഞ്ചിനീയറിങ്, ഒരു ഫുട്വെയർ എങ്ങനെയായിരിക്കണം, ഇതൊരു ഫുട്വെയർ നമുക്ക് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ഈ ഡീലർമാർക്കും അവരുടെ സ്റ്റാഫുകൾക്കും റീറ്റെയിലും കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്തു. ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ സമയങ്ങളിൽ? ഡയറക്റ്റ് തന്നെയാണ് നമ്മൾ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് പിന്നെ അവരത് ഏറ്റെടുത്തു. അവിടെയാണ് ബ്രാൻഡിന്റെ വിജയം. അതെ അതെ. ഈ MCR പോലെ തന്നെയാണല്ലോ ഈ PU പാദരക്ഷകൾ നമ്മളെപ്പോഴും പരസ്യത്തിലൊക്കെ കേൾക്കാറുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും എങ്ങനെയാണ് നമ്മുടെ ഒരു ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീറ്റിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ? അത് MCR PU രണ്ട് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇപ്പോൾ റബ്ബർ സോൾ വരുന്നുണ്ട്, PU വരുന്നുണ്ട്. PU തന്നെ 2 ടൈപ്സ് വരുന്നുണ്ട്, പോളിയൂറിത്തീൻ, പോളിയത്തർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. TPU, TPR, PVC അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അതിലൊരു മെറ്റീരിയലാണ് ഈ MCR എന്ന് പറയുന്നത്. PU എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. PU യൂസ് ചെയ്യുന്ന PU ശരിക്കും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. PUവിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ അതിന് മേക്ക് ചെയ്തെടുക്കാം. പക്ഷെ അന്ന് PU ഇറങ്ങിയിരുന്നത് ഒറ്റ കൈൻഡ് ഓഫ് മെറ്റീരിയലായിരുന്നു, സോളിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. ഞങ്ങൾ 2007 MCR ഇറക്കിയ സമയത്ത് തന്നെ അതിനും ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോഴും അതിന് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അത് ആദ്യം തിരിച്ചറിയാൻ നമ്മളല്ല, യൂസ് ചെയ്യുന്ന കസ്റ്റമറാണ് അതിന്. ഇപ്പോൾ നമ്മൾ ഐഫോൺ ഇപ്പോൾ ഇന്നത്തെ 17, 18 നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഇറങ്ങിയതിലൊക്കെ അതിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോരായ്മ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ MCR ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് നിരന്തരം അന്നൊക്കെ ഈ കത്ത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു പോസ്റ്റ് കാർഡിലാണ് കസ്റ്റമേഴ്സ് റിവ്യൂ അയക്കുക. അതായത് നിങ്ങളുടെ ചെരുപ്പുകൾ നല്ല ഉപയോഗിക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പ്രൈസ് കുഴപ്പമില്ല, പക്ഷെ ഇത് ലാസ്റ്റിങ് അത്ര കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾക്കിത് വെള്ളത്തിൽ ഉപയോഗിക്കാനായിട്ട് അത്ര കംഫർട്ടബിൾ തോന്നുന്നില്ല, അങ്ങനെയുള്ള ചില. അപ്പോൾ നമ്മൾ അന്ന് അതിനൊരു ആശയം നമുക്ക് കസ്റ്റമർ കണ്ടു, ജെന്യുവൻ ഫീഡ്ബാക്കുകൾ വന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചത് എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. അപ്പോൾ ഈ PUവും MCRും കൂടി എങ്ങനെ യോജിപ്പിച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ട്. കാരണം ആ PU ഇതിൻ്റെ സോളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് ലാസ്റ്റിങ് കിട്ടും, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ പേസ്റ്റിങ്ങിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. മോൾഡിങ്ങിൽ ചെയ്തെടുക്കണം, ഞാൻ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. മോൾഡിങ്ങിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ PU റോ മെറ്റീരിയൽ അത് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന, അതായത് ബ്ലോയിങ് ചെയ്യുന്നത് ഒരു ഏകദേശം 80 to 100 ഡിഗ്രിയിലാണ് അത് പ്രോസസ്സിങ് നടക്കുന്നത്. ഈ MCR മെറ്റീരിയലിന് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 50 ഡിഗ്രി മാക്സിമം ആണ് ഇതിന് കപ്പാസിറ്റി ഉള്ളൂ. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആളുടെ ക്യാരക്ടർ മാറും. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള വലിയൊരു ചലഞ്ചാണ് അത്. അപ്പോൾ അതായിരുന്നു നമ്മൾ ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ച് നമ്മൾ കണ്ടെത്തിയൊരു ടെക്നോളജിയാണ് PU വിത്ത് MCR എന്ന് പറയുന്ന ഒരു ടെക്നോളജി. നമ്മളൊരു 2 വർഷത്തെ നിരന്തരമായിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താണ്. 2013 നമുക്കത് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അന്ന് വേൾഡിൽ തന്നെ ശരിക്കും അത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു, ഇങ്ങനൊരു ലോകത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. ലോകത്തിലാദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്. അതെ അതെ, അത് നമ്മൾ കോപ്പി ചെയ്തതല്ല, കാരണം ഒരു കസ്റ്റമർ ആശയം ഡെവലപ്പ് ചെയ്തതായിരുന്നു. നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് മാതൃക ഉണ്ടായിരുന്നില്ല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ഫുട്വെയർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ, അവിടെയാണ് ഇത് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇതൊരു ഫാഷൻ പ്രൊഡക്റ്റും കൂടി ആയി മാറിയത്. സാർ ഇപ്പോൾ പറയണ്ട ഈ MCR സവിശേഷതയെ പറ്റി. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് ജനങ്ങൾക്ക് അത്, അല്ലെങ്കിൽ ഈ ഒരു പെയിൻ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അത് ബെനിഫിഷ്യൽ ആവുന്നത്, അതിൻ്റെ ഒരു ഫങ്ഷൻസ് ഒന്ന് ബ്രീഫ് ചെയ്യും. MCRന്റെ പ്രത്യേകത, MCR എന്ന് പറഞ്ഞാൽ മൈക്രോ സെല്ലുലാർ റബ്ബർ എന്ന് പറയുന്നതാണ്. അത് മൈക്രോ ലെവലിലുള്ള സെല്ലുകളാണ്. ഇതൊരു ഷീറ്റാണ്. നമ്മൾ ഹവായി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാമല്ലോ, ആ ഹവായി പോലത്തെ തന്നെ ഷീറ്റ്. അതിൻ്റെ വേറെ അടുത്ത ലെവലിൽ കുറച്ചും കൂടി സോഫ്റ്റ്, റീബൗൺസിങ് ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇതൊരു മൈക്രോ ലെവലിലുള്ള സെല്ലുകളാണ് കംപ്ലീറ്റ്, എല്ലാം അങ്ങനത്തെ എല്ലാ മെറ്റീരിയലാണ്. അപ്പോൾ അത് റബ്ബറും കൂടി എലാസ്റ്റിക് ഒരു ടെൻഡൻസി ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിനെപ്പോഴും ഒരു റീബൗൺസിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഈ മെറ്റീരിയലിന്. അതായത് നമ്മൾ എത്ര കംപ്രഷൻ കൊടുത്താലും അത് റീകംപ്രസ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു റോ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എപ്പോഴും, നമ്മൾ സാധാരണ നോർമൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ എപ്പോഴും നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഒരു വാമപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ കൈയിൻ്റെ ഇവിടെ അമർത്തി നമുക്കറിയാം ബ്ലഡ് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് നീങ്ങും, എവിടെ പ്രഷർ വരുന്നു. അപ്പോൾ അത് നമ്മൾ ഇടവിട്ടത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം നമ്മുടെ പ്രോപ്പറായിട്ട് ബ്ലഡിൻ്റെ സർക്കുലേഷൻ വരുന്നു അത്രത്തോളം നമുക്ക് എനർജി കയറിക്കൊണ്ടിരിക്കും. അതാണല്ലോ പൊതുവെ നമ്മളിലേക്ക് എനർജി കിട്ടുന്നത് അങ്ങനെയാണ്.
അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മൂഡ് ഔട്ട് ആണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊന്ന് ഫ്രഷായി വന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരു വാമപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നൊരു എനർജി. ഈ എനർജിയാണ് ശരിക്ക് ഈ MCRലൂടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡയബറ്റിക് പേഷ്യൻസിന്, ഡയബറ്റിക് ഉള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നോർമൽ ഫുട്വെയർ യൂസ് ചെയ്യുന്നതിന്. നോർമൽ ഫുട്വെയർ പലപ്പോഴും ഹാർഡായിരിക്കും. അതെ. പിന്നെ മാത്രമല്ല അതിന് ഈ റീബൗൺസിങ് മെത്തേഡ് ഇല്ല. ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടി. അതെ. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെങ്കിൽ അവരുടെ സ്കിൻ അറിയാമല്ലോ, ഡയബറ്റിക്കിൻ്റെ സ്കിന്ന് വളരെ തിന്നായിരിക്കും, പൊട്ടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞുണ്ടാവുന്ന ഒരു പ്രശ്നം നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ ഹീൽ പെയിൻ, ബാക്ക് പെയിൻ എല്ലാത്തിനും ഈ റീബൗൺസിങ് സപ്പോർട്ടാണ്. അപ്പോൾ ഈ MCR ഷീറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ഇതിൻ്റെ ലൈനിങ് ഉൾപ്പെടെ ഈ ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിളും, ഒരു റബ്ബർ ആക്ഷൻ എപ്പോഴും ഇതിന് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന് ഈ ഡയബറ്റിക്കിനും അതേപോലെ തന്നെ ഹീൽ പെയിൻ, ബാക്ക് പെയിന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് ആർച്ചിയിലായിട്ട് ഇതിൻ്റെ ഫ്ലാറ്റ് ഫുട്ട് ഇന്നിപ്പോൾ ഒരു കോമണാണ്. അത് ശരിക്ക് ഒരു 10 വയസ്സിനുള്ളിൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സൊല്യൂഷനാണ് ഈ ആർച്ചിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും പലർക്കും. നമുക്കറിയാം പല ആളുകളും നോർമലായിട്ട് നടക്കുമ്പോൾ മുട്ട് കൂട്ടിടിച്ച് വീഴുന്നു അല്ലെങ്കിൽ ഓടുമ്പോൾ വീഴുന്നു സ്പോർട്സ്മാൻമാരൊക്കെ കാണാം. അവരെ പലപ്പോഴും ഫ്ലാറ്റ് ഫുട്ടായിരിക്കും, ചിലപ്പോൾ ആർച്ച് ഉണ്ടായിരിക്കും, ആർച്ച് കൃത്യമായി ഉണ്ടായിരിക്കില്ല. അതപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ആർച്ചിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിനൊരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റും. വിനിഹീൽസ് അപ്പോൾ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊരു ചെരുപ്പ് ഉണ്ടാക്കലല്ല, കൃത്യമായിട്ട് അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പഠിച്ച് അതിൻ്റെ എഞ്ചിനീയറിങ് ഏത് രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് എഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുന്നത്, ഈ പ്രൊഡക്റ്റിൻ്റെ റോൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഫൂട്ടിന് 3 പ്രഷർ പോയിന്റ്സ് മെയിനായിട്ട് വരുന്നത്. ഈ 3 പ്രഷർ പോയിന്റ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രഷറാണ് ഹീൽ പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹീൽ പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കാഫ് മസിൽ. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ഹാർട്ടായിട്ട് കാഫ് മസിലിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ കാഫ് മസിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റീബൗൺസിങ് മെത്തേഡ് ഈ MCR ഷീറ്റിൽ പറയുന്ന റീബൗൺസിങ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സപ്പോർട്ടർ എന്ന രീതിയിൽ എപ്പോഴും നമ്മുടെ കാഫ് മസിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ടയേർഡ് ആവും. സോ ഈ ബ്ലഡ് സർക്കുലേഷൻ ചിലപ്പോൾ അതുപോലെ നടക്കണമെന്നില്ല. സെയിം ടൈം ഈ റീബൗൺസിങ് എഫക്റ്റിലൂടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വളരെ നോർമൽ ആയിട്ട് നടക്കും. ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിൻ മുതൽ ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസിന് വരെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി നടക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. സോ ഉറപ്പായിട്ട് നമുക്ക് റീബൗൺസിങ്ങിലൂടെ അതൊരു ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെൽത്തിലേക്ക്. ഇപ്പൊ ഈ പെയിൻ പോയിന്റ് ഉള്ള ആളുകൾക്ക് ഇങ്ങനെ എവിഡന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ശരിക്കും ഇങ്ങനെയുള്ള പാദരക്ഷകൾ റെക്കമെൻഡ് ചെയ്യേണ്ടതല്ലേ? നിലവിൽ ചെയ്യുന്നുണ്ട്. നിലവിൽ അവർ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് MCR ചെരുപ്പുകൾ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് വിനിഹീൽസ് തന്നെ പറഞ്ഞുകൊണ്ട് അവർ എഴുതി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു USP ആയിട്ട് വന്നതാണോ അതോ നിങ്ങൾ ബിൽഡ് ചെയ്ത് പോകെ ഇതിനൊരു സൊല്യൂഷനായി അല്ല, നമ്മൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരുന്നു. ഇത് MCR പ്രൊഡക്റ്റിൽ എന്തൊക്കെ സപ്പോർട്ടുകളാണ് ഞങ്ങൾ ആദ്യം ഈ ഡോക്ടേഴ്സിൻ്റെ ചില നിർദ്ദേശപ്രകാരം ചെയ്തു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ കോമൺ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിരുന്നില്ല. ഒരാൾക്ക് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ശരിയായിട്ടുള്ളൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിനെയാണ് ഞങ്ങൾ ഇവിടെ ഫില്ല് ചെയ്തത്. സാർ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പുതിയൊരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ പെയിൻ പോയിന്റ്സ് ഒക്കെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ അത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൺസൾട്ടിങ് എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഹൗസ് അങ്ങനെ ഒരു ടീം ഉണ്ടോ? ഇൻഹൗസ് ഞങ്ങൾക്ക് ടീമുണ്ട്. ഞങ്ങൾക്ക് NPD അതുപോലെ R&D ടീം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ആദ്യമൊക്കെ ഇപ്പം ഞങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ അതിൽ ചെയ്യുന്ന വിനിഹീൽസ് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഏത് പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതൊരു പാഷൻ പ്രൊഡക്റ്റായിട്ട് ഇറക്കുക എന്നുള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ടായിരിക്കണം. ആദ്യകാലത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ ഫാൻസി ചെരുപ്പായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു വെഡ്ഡിങ് ഫംഗ്ഷനോ കാര്യങ്ങൾ. ഇന്നൊരു ബ്രൈഡൽ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് ഈ ക്വാളിറ്റിയോട് കൂടെ. സാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ പല ആളുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ശരിക്കും ഫാഷനാണ്. അതായത് ലുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആളുകൾ എപ്പോഴും ചെരുപ്പ് പർച്ചേസ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു ബെനിഫിഷ്യൽ രീതിയിലേക്ക് ആളുകൾ എപ്പോഴാണ് മാറി ചിന്തിച്ചു തുടങ്ങിയത്? അല്ലെങ്കിൽ സോളൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് എന്ന് മുതലാണ് മാറി ചിന്തിച്ചു തുടങ്ങിയത്? ഞങ്ങൾ ഇത് നിരന്തരം കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പ്രൊഡക്റ്റ് നോളജ് വലിയൊരു ചലഞ്ചാണ് കസ്റ്റമറെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ടെക്നിക്കൽ നോളജ് ഉള്ളത്? ആര് പറയുന്നു, അതായത് അത് മാനുഫാക്ചർ പറയുന്നു അല്ലെങ്കിൽ സെയിൽസ്മാൻ പറയുന്നു, അതാണ് നമ്മുടെ നോളജ്.
അല്ലാതെ നമുക്ക് നോളജ് ഇല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാണ്, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നതാണ്. അത് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിൽ BIS നടപ്പാക്കിയ സമയത്ത്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, സെൻട്രൽ ഗവൺമെൻറ് ഇത് കൊണ്ടുവന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് വിൻഹിൽസാണ്. ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് വിൻഹിൽസിൻ്റെയാണ്. അത് എല്ലാ മെറ്റീരിയലുകളും അത് ഫിസിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം നമുക്ക് ഇന്നോസ് ഉണ്ടെന്ന് അതിൻ്റെ. അതുകൂടാണ്ട് നമ്മൾ പ്ലസ് കെമിക്കൽ ടെസ്റ്റും നമ്മൾ നടത്താറുണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, അത് പ്രൂവ് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഫുട്വെയറിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആയാലും ഇപ്പം ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അതല്ലേ വിൻഹിൽസ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഫുട്വെയറിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം അത് കീപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ മേഖലയിലും ഇത് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ, പിന്നെ ബ്രൈഡൽ പ്രൊഡക്റ്റായിട്ട് പോലും ഉപയോഗിക്കാവുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം. ഇപ്പോൾ അതൊരു ഞങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ MCR ചെരുപ്പുകളിൽ എന്തൊക്കെ അന്ന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് ഇന്നതൊരു ഫാഷൻ പ്രൊഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതൊരു ഡബിൾ എഞ്ചിനാണ് ഇപ്പോൾ ഒന്ന്. അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ലൈറ്റ് വെയിറ്റ് ചെരുപ്പുകൾ യൂസ് ചെയ്യാന്നുള്ളത്. അത് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ബോഡി വെയിറ്റ് ആയിട്ട് കോറിലേറ്റ് ആവുന്നത്? അതായത് നമ്മൾ ചെരുപ്പിന് ഒരിക്കലും എന്താ പറയുക താങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് നമ്മൾ. കാരണം നമ്മുടെ ബോഡിക്ക് തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ഉണ്ട്. ഈ ചെരുപ്പ് അത് നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല. എപ്പോഴും ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് കംഫർട്ടബിൾ ആയിരിക്കുക. എന്നാൽ പെർഫോമൻസ് കുറയാൻ പാടില്ല. അതല്ലേ ആദ്യകാലത്ത് അങ്ങനെയുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല. ഇന്ന് ടെക്നോളജി അവൈലബിൾ ആണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയലുകൾ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ് അതിൻ്റെ. അപ്പോൾ അതിന് തന്നെയാണ് അത് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തരിക. ഒരിക്കൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയി ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു കാരണവശാലും മാറി മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് പോകില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പല ബ്രാൻഡ്സും ഈസി യൂസിന് വേണ്ടി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് ഫുട്ട് പോലത്തെ ഇഷ്യൂസിലേക്ക് അത് പിന്നെ വരാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മളൊരു ഫുട്വെയർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് കുട്ടികളുടെ ഫുട്ട് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. ഒരിക്കലും നമ്മൾ വളരെ ടൈറ്റായിട്ടുള്ള ഷൂസോ അല്ലെങ്കിൽ സാൻഡൽസോ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യരുത്. അല്പം ലൂസുള്ളത് അവർക്ക് ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മുടെ ക്രോക്സ് പോലെയുള്ള ചെരുപ്പുകൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നത് ശരിക്കും അത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതെ അതെ അത് ഷേപ്പ് ഔട്ട് ആവുന്നതാണ്. അത് ഷേപ്പ് ഔട്ട് ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനൊരു ഷേപ്പ് ഇല്ല. അത് ശരിക്കും പറയാൻ ഒരു ഫിഷർമാൻ ഫുട്വെയറാണ്. ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റഫായിട്ട് അത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഫിറ്റിങ്സ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ചൈനയിൽ ചില സ്ഥലത്ത് ഡാൻസേഴ്സിന് വേണ്ടിയിട്ട് ചില ഷൂസ് ഉണ്ടാക്കുന്നുണ്ട്. അത് അവരിപ്പോൾ ഒരു മെച്ചൂർഡ് ആയാലും അല്ലെങ്കിൽ ഒരു 25 വയസ്സായാലും അവരുടെ ഫൂട്ട് ഇത്ര ഉണ്ടായിരിക്കും. ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വലുപ്പം ഉണ്ടായിരിക്കുള്ളൂ. അവർ ഉറങ്ങുമ്പോൾ പോലും ഈ ഷൂ ധരിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പം അത്രയും നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളൊരു ചെടി ആയാലും ഒരു ബൗളിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര വളർച്ച ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ അതിന് വളരാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കൊടുക്കണം. അതേസമയം അത് വൈഡായിട്ട് പോകാമെന്നത് നമ്മൾ നോക്കണം. അതിന് കാലൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യും. അത് കുട്ടികൾ നടക്കുമ്പോഴും ഓടുമ്പോഴും അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ വരുന്ന സമയത്ത് ഫിസിക്കലായിട്ട് അവരെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഈ RCLനെ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ വീടുകളിൽ മക്കളൊക്കെ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു വരില്ല, നമുക്ക് ഇനി വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടായിരിക്കില്ല. പക്ഷെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. RCL ഉണ്ടോ, ഫ്ലാറ്റ് ഫുട്ടാണോ, അത് പാദങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ. അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് ആണെങ്കിൽ നമ്മൾ ആർച്ച് സപ്പോർട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ അവരെ റെക്കമെൻഡ് ചെയ്യിക്കുക, അവർക്ക് മേടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മക്കൾക്കത് അറിയില്ല. പിന്നെ നോക്കേണ്ടത് മെയിനായിട്ട് ഇപ്പം ഇവിടെ പലപ്പോഴും ഒരു പാഷൻ നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിൽ മാറ്റി നിർത്താൻ കഴിയില്ല. ഭംഗി ഇതിൻ്റെ ഒരു മെയിൻ ഘടകം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇതിലൊക്കെ. അപ്പോൾ ഭംഗിയുടെ കൂടെ തന്നെ അതിൽ ഏതൊക്കെ കെമിക്കൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കണം. കാരണം ചെരുപ്പ് നമ്മൾ സ്വതവമായിട്ട് പറയും തേയ്മാനം അല്ലേ. എവിടെ തേയ്മാനം വരുന്നത് ചെരുപ്പിന്? എവിടെ സാധാരണ തേയ്മാനം വരാറ്? അടിഭാഗത്ത്. അടിഭാഗം. അവിടെ മാത്രമല്ല ഉള്ളില് 13 പ്രിന്റ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പ്രിന്റ് അവിടെ കാണുന്നില്ല. അല്ല ഇപ്പോൾ ആദ്യത്തെ ഹവായി ആണെങ്കിൽ ബ്ലൂ പോയി, അല്ല വൈറ്റ് പോയി ബ്ലൂ കാണും. അപ്പോൾ ഇതെവിടെ പോയി? ഈ തേയ്മാനം എവിടെ പോയി?
ഈ തേയ്മാനം ഡയറക്റ്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് പോയിരിക്കുന്നത്. അതെ. ആ സ്കിന്നും മൈക്രോണ് നിങ്ങളുടെ അതെ 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 അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ അത് കെമിക്കൽ ആണെങ്കിൽ, അത് നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന കെമിക്കൽ ആണെങ്കിൽ ആ കെമിക്കലാണ് നിങ്ങൾ വലിച്ചു കയറ്റുന്നത്, അത് ശരിക്കും പോയിസൺസ് അല്ലേ? പോയിസൺസിന്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ എടുക്കുന്ന പറയുന്നതാണ്. അപ്പോൾ അതിനാണ് ഞങ്ങൾ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ കെമിക്കൽ ടെസ്റ്റ് നടത്തും. അതിൻ്റെ ആ കെമിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ നമ്മൾ പാസ്സാക്കുന്നത്. കെമിക്കൽ ടെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കത് അറിയാൻ കഴിയില്ല. ബോഡിയിലേക്ക് അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ താലിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലുണ്ട്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കെമിക്കലാണ്. അത് ഇതിൻ്റെ ഭംഗി കൂട്ടാനും ഇതിൻ്റെ ഫ്ലക്സ് കൂട്ടാനൊക്കെ ആയിട്ട് പലരും ഉപയോഗിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഏത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സീറോ താലിയേറ്റിലാണ് ഞങ്ങളിത് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മളോട് ചില ചോദ്യം ചോദിക്കുമല്ലോ. അതെ അതെ. ഞാനും എൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. സമൂഹത്തിനോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് നാളെ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ ഏത് രീതിയിൽ ലോകം കാണണം എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. അപ്പോൾ അതിനോട് പ്രതിബദ്ധത നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റിനുണ്ട്. ഇന്ന് വരെ വിനിഗിൽസിനെ നിലനിർത്തിയത് ഞങ്ങൾ അധികം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടല്ല. വൺസ് ഞങ്ങളുടെ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ ഫാമിലിയാണ്, അവർ ഞങ്ങളുടെ പെർമനൻറ്റ് കസ്റ്റമറാണ്. ഒരാൾ മേടിച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് സ്വാഭാവികമായിട്ട് അടുത്ത ഒരു 1-2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കാണാറില്ലാണ്, ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ അവർ ഒരുപാട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ഔട്ട്ഡോർ ഷൂസ് അല്ലെങ്കിൽ ഫുട്വെയർസ് നന്നായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യയിൽ അതുപോലെ എല്ലാവരും വീടിൻ്റെ അകത്ത് ചെരുപ്പ് യൂസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിലേക്ക് അവർ അത്ര ഒരു കെയർ കൊടുക്കൂല. വീടിൻ്റെ ഉള്ളിലേക്ക് ചീപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം മതി എന്നുള്ള. അപ്പൊ ശരിക്കും ഇന്ത്യൻ സെഗ്മെന്റ് ഈ ഒരു കാറ്റഗറി ഇഗ്നോർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് പ്രൊഡക്റ്റ് നോളജിൻ്റെ കുറവാണത്. അതായത് നമ്മൾ ഇവിടെ ചെരുപ്പിന് നമ്മൾ അത്ര ഒരു വില, ഇപ്പം നമ്മൾ ബെൻസ് കാറിൽ വന്നിറങ്ങിയിട്ട് ചോദിക്കുക ചിലപ്പോൾ 250 രൂപ ചെരുപ്പ്. നമ്മളിവിടെ ചെരുപ്പിനെ കാണുന്ന പ്രൈസിങ്ങിലാണ്, പിന്നെ കാഴ്ചയിലും. അത് മാറിയിട്ട് ക്വാളിറ്റിയിൽ നമ്മൾ കാണണം. അത് നമ്മുടെ ബോഡീനെ ടോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ചെരുപ്പ്. അതിന് വലിയൊരു റോളുണ്ട്, ചെറിയ റോളല്ല ചെരുപ്പിന്. നിങ്ങൾ വേറെ എന്തൊക്കെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയോ അല്ലെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങളോ അതൊന്നും നിങ്ങൾ ഇത്ര എഫക്റ്റ് ചെയ്യില്ല. ചെരുപ്പ് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രഷർ കോണ്ടാക്റ്റുകളാണ്. ഇത് നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് മൊത്തം താങ്ങി നിർത്തുകയാണ് തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ അറിയാനുള്ള സംവിധാനമുണ്ട്. ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എന്ത് ക്വാളിറ്റിയാണെന്നുള്ളത് നമുക്ക് അറിയാനുള്ള സംവിധാനമുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇവിടെ പലപ്പോഴും നടക്കുന്നത് പ്രൈസിങ്ങിലാണ്. ഏറ്റവും വില കുറച്ച് കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ സെയിൽ. യൂറോപ്പിൽ അങ്ങനെയല്ല. അവർക്ക് പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്. അവർക്കറിയാം എന്തിനാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ആ ക്വാളിറ്റി അവൻ ആവശ്യപ്പെടും. ആ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളെ അവർ മേടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ജസ്റ്റ് ഒരു കാലിലേക്ക് നമ്മൾ കൊച്ചിലെ മുതൽ ആരോഗ്യ നിർമ്മാണത്തിന് ചെരുപ്പിട്ട് ശീലിച്ചു. ഇപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിൽ സെറ്റായി. അപ്പോൾ നമുക്ക് ചെരുപ്പില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചെരുപ്പ് വേണം. അതുണ്ടാക്കുന്ന എഫക്റ്റ് എന്താണെന്നുള്ളത് ഒരിക്കലും എന്തിനാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണത് എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറും. അവിടെയാണ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. തിരിച്ചും സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ 10,000 വിലയുള്ള പല ബ്രാൻഡ്സും മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഈ പറയുന്ന പോലത്തെ നമ്മുടെ ഒരു ഹെൽത്തിനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതിലും ആശങ്ക ഉണ്ടാവാറില്ല. തീർച്ചയായിട്ടും കച്ചവട താല്പര്യങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം. അതാണ് ട്രസ്റ്റഡ് ബ്രാൻഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. കച്ചവട താല്പര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അതിന് നമ്മൾ അപ്പോൾ ആ സ്ഥാപനം എങ്ങനെയാണെന്നുള്ളത് കസ്റ്റമർ മാർക്കിടണം. പരസ്യം കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാറുകൾ വെച്ച് ചെയ്യുന്നതാണോ, അതാണ് അതിൻ്റെ ക്വാളിറ്റി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഞങ്ങളിൽ അതിലൂടെ റിസൾട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. കസ്റ്റമർക്ക് ചിന്തിക്കാൻ കഴിയില്ലോ. അത് അവിടെ കസ്റ്റമർ എടുക്കേണ്ട ഡിസിഷൻ തന്നെയാണ്. കച്ചവട താല്പര്യമായിട്ട് വരുന്ന ആളുകളോ വില കുറച്ച് കിട്ടുന്ന ചെരുപ്പുകൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമല്ല ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളതിൽ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓരോ കസ്റ്റമേഴ്സിനോട് പറയുന്നത് അതിൽ വീണ് പോകരുത്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും, അതിപ്പോൾ വിനിഗിൽസ് എന്നല്ല, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ അതിനൊരു മാർക്ക് ഇടണം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. സാർ ഇപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതും ഒരു പാർട്ടല്ലേ നമ്മുടെ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നല്ലൊരു ബ്രാൻഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് സാറ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ഉണ്ടാക്കുന്നതെങ്കിലും കൃത്യമായിട്ട് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ഒരിക്കലും. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അതിപ്രസരം നമ്മുടെ ചിന്താശേഷി ഇല്ലാതാക്കരുത്.
ഇത്രേ ഉള്ളൂ. മാർക്കറ്റിംഗ് ആവശ്യമാണ്. കാരണം ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇറക്കി, ഞാനത് എവിടെയോ ആരും അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചെന്ന് അത് ആവശ്യമുള്ള കസ്റ്റമർ അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ആവശ്യമാണ്. വിൻ ഹീൽസ് എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇത്രയും കാലത്തിനിടയ്ക്ക് മാർക്കറ്റിംഗിലും ബ്രാൻഡിങ്ങിലും ഒക്കെ ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ളത്? ഞങ്ങൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് ശരിക്കും ഞങ്ങൾ ഒരു C&F സെയിൽസ്മാൻ അല്ല മറ്റേ ഡീലർഷിപ്പ്, ഈ രീതിയിലാണ് നമ്മൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഡീലർമാരാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിക്കുന്നത്. റീറ്റെയിലേഴ്സാണ് കസ്റ്റമറിലേക്ക് ഇത്. ഈ ഒരു ചാനലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോഴും ഒരു ഡിമാൻഡ് പ്രൊഡക്ഷനിലാണ്. അതായത് ഞങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട്, റിക്വയർമെൻ്റ് ഉണ്ട്, അതിൻ്റെ എപ്പോഴും ഒരു 80% ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഞങ്ങൾ ഇന്നിപ്പോൾ 10,000 ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ 12,000 റിക്വയർമെൻറ്റ് ഞങ്ങൾക്ക് വരും. അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് ഞങ്ങളുടെ കസ്റ്റമർ ഉപയോഗിച്ച ആ കസ്റ്റമർ സ്ഥിരമായിട്ടിത്, കാരണം ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു മോഡൽ ഉണ്ടായിരുന്നു, ഒരു 1003 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. ആ മോഡൽ ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഒരുപാട് മോഡൽസ് ഇറങ്ങിയപ്പോൾ ആ മോഡലിൽ കുറച്ച് ഓർഡർ കുറഞ്ഞു. മധുരയിൽ ഒരു കസ്റ്റമർ ഇത് സ്ഥിരമായിട്ട് ഒരു ലേഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിത് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അവർ ഞങ്ങളുടെ ഡീലറെ വിളിച്ചു, റീറ്റെയിൽ ഷോപ്പിൽ വിളിച്ചൊന്നും കിട്ടുന്നില്ല. അവസാനം അവർ കമ്പനിയുടെ നമ്പർ തിരഞ്ഞു പിടിച്ച് ആരാണ് ഇതിൻ്റെ ഓണർ എന്നുള്ള അന്വേഷിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ശ്രദ്ധയിലാണ് വിളിച്ചപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും റൂട്ടിലൂടെ അവർ വന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചെരുപ്പ് എനിക്ക് വേണം. ഞാൻ പറഞ്ഞു, മാഡം ഇതിപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അവരെൻ്റെ അടുത്ത് ചോദിച്ചത്, എങ്ങനെ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ എന്തത് സ്റ്റോപ്പ് ചെയ്ത്, ആര് പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്? അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഡൈയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇല്ല, വീണ്ടും ആ ഒരു കസ്റ്റമർ താല്പര്യം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു കുറച്ച് പീസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. ഒരു 4-5 പീസ് ഉണ്ടാക്കി അയച്ചു കൊടുത്തു. അങ്ങനെ അപ്പോൾ അതാണ് കസ്റ്റമർ നമ്മളൊരിക്കൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടു പോവില്ല. പിന്നെ ഈ വിൻ ഹീൽസിന്റെ സൈറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടേം അതിൽ കണ്ടു. അപ്പൊ ശരിക്കും എന്തൊക്കെ ഒരു ബെഞ്ച് മാർക്സ് വെച്ചിട്ട്, എന്തൊക്കെ മെട്രിക്സ് വെച്ചിട്ടാണ് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫുട്വെയർ? ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് BIS സ്റ്റാൻഡേർഡ് തന്നെയാണ്. ബ്യൂറോ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ അവരുടെ ഇതിൽ ഒരുപാട് ഡാറ്റാസ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുക. ഞങ്ങളിപ്പോൾ ഒരു പ്രോസസ്സിങ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു മെറ്റീരിയൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് മെറ്റീരിയൽ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർഡർ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മളത് പ്രൊഡക്ഷനിലേക്ക് പോവുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ പ്രൊഡക്റ്റും പുറത്തേക്ക് പോകുന്നത്. ഇത് വൺസ് ഇപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബാച്ച് ശരിക്കും ആ ടെസ്റ്റ് ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളത് ആ ഒരു പ്രൊഡക്റ്റ് മൊത്തം നമുക്കത് അങ്ങനെ സാധ്യത കുറവാണ്. ബൈ ചാൻസ് വന്നാൽ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. നമ്മൾ ഒരിക്കലും അത് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല. ഈ മെറ്റീരിയൽസ് ഒക്കെ ഇന്ത്യ തന്നെയാണോ? ഇപ്പോൾ ഇന്ത്യയും വരുന്നുണ്ട്, അബ്രോഡും വരുന്നുണ്ട്. ഇപ്പോൾ ചൈന ഇതിൻ്റെ ഒരു മെയിൻ മാർക്കറ്റാണ്. സാർ ഇപ്പം നേരത്തെ പറയണ്ടായി നമ്മൾ റീറ്റെയിലേഴ്സിലേക്കൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെ അയച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് പ്രൊഡക്റ്റ് പോകാറുള്ളത്. ഇപ്പം ശരിക്കും ഓൺലൈൻ യുഗത്തിൻ്റെ കാലമാണല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മോള് ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഇവോൾവ് ചെയ്തെടുക്കുന്നത്? എങ്ങനെയാണ് അതിനെ ലിവറേജ് ചെയ്യുന്നത് ഓൺലൈനിൽ? നമ്മൾ ആക്ച്വലി ഇപ്പൊ നമുക്ക് വിൻ ഹീൽസിൽ ഓഫ്ലൈൻ സെയിൽസും നമ്മൾ ഓൺലൈൻ സെയിൽസും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് മുന്നേ ഇപ്പൊ ഓൺലൈനിലേക്ക് കടന്ന ഒരു സമയം തൊട്ടേ നമ്മളും ഓൺലൈനിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ റൈറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു. നമ്മളപ്പോൾ കൊമേഴ്സിലും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് നോളജ് എന്താണോ അതെന്താണ് എക്സാക്ട്ലി വി ക്യാൻ സേ ടു എ കസ്റ്റമർ. അത് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. നമുക്കൊരിക്കലും ഓഫ്ലൈനിൽ പറഞ്ഞ പോലെ ഒരു ടൈം എടുക്കുമായിരിക്കും റൈറ്റ് കസ്റ്റമറിലേക്ക് എത്താനായിട്ട്. പക്ഷെ ഓൺലൈനിൽ വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അപ്പോൾ റൈറ്റ് കസ്റ്റമറിൽ നമുക്ക് റൈറ്റ് ടൈമിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഫുഡ് വെയർ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് തന്നെ ശരിക്കും നമ്മൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നമ്മൾ അവിടെ പോയി സ്റ്റോപ്പിൽ 2-3 ഐറ്റം ഒക്കെ നമ്മൾ നോക്കി നമ്മളെ കാലിന് സൂട്ടാവുന്ന സാധനം ഒരു അങ്ങനെ ഒരു ഫുഡ് വെയർ ആയിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക. അപ്പം ഓൺലൈനിലേക്ക് പെട്ടെന്ന് അത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അതിലൊരു വലിയൊരു ചലഞ്ച് ശരിക്കും നിങ്ങൾ നേരിടാറില്ലേ? അപ്പം എങ്ങനെയാണ് കസ്റ്റമേഴ്സ് അതിനോട് അഡാപ്റ്റ് ആയിട്ടുള്ളത്? ആക്ച്വലി നമ്മുടെ ഓൺലൈൻ സൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് മുതൽ ഫുഡ് വെയർ സൈസ് മുതൽ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു കസ്റ്റമറിന് ഒബ്വിയസ്ലി നമ്മൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയർ ആണ്. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തും ഓൺലൈൻ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നോളജ് റൈറ്റ് ആണോ റോങ് ആണെന്ന് കസ്റ്റമറിന് ഡിസൈഡ് ചെയ്യാനായിട്ട് ഈസിയറാണ്. ബിക്കോസ് ഓൺലൈൻ എല്ലാം പ്രൊവൈഡഡ് ആണ്.
സോ നമ്മൾ സൈറ്റിൽ കൊടുക്കുന്ന ഓൺലൈൻ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആയിട്ട് അവർക്ക് അത് കമ്പയർ ചെയ്ത് അവർക്ക് ഒബ്വിയസ്ലി റൈറ്റ് വൺ ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ഈസിയർ ആയിരിക്കും. പിന്നെ കൂടുതൽ ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയാറുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരിക്കൽ മേടിച്ച് കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇതിങ്ങനെ റീടെൻഷൻ. അവർ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മൾ വിൻഹീൽസിൽ എപ്പോഴും എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ആൻഡ് കംഫർട്ട്. സോ ആദ്യം നമ്മൾ ലാക്ക് ചെയ്തൊരു കാര്യമായിരുന്നു ഫാഷൻ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ആ ഒരു കാറ്റഗറിയും കൂടെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും, നമുക്ക് അത്രയും എഷ്യൂറൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വൺസ് എ കസ്റ്റമേഴ്സ് ഓൾവേസ് എ കസ്റ്റമർ എന്ന്. ശരിക്കും ഇൻഹീൽസ് തുടങ്ങുന്ന സമയത്ത് ഏത് സെഗ്മെന്റ് ആയിരുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? അത് ലേഡീസ്, കിഡ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി വെച്ചിട്ട് തന്നെയായിരുന്നു? ലേഡീസ് ആയിരുന്നു. ലേഡീസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എല്ലാ കാറ്റഗറിയിലും എല്ലാ ഗോൾമാർ ഷൂസ് ഉൾപ്പെടെ എല്ലാ കാറ്റഗറീസും ഉണ്ട്. ഫോർമലും എല്ലാം ഉണ്ട്. ഓക്കെ. ഇനി എന്താണ് അടുത്തൊരു ഇന്നോവേറ്റീവ് ആയിട്ട് വരാൻ പോകുന്ന പ്രൊഡക്റ്റ്? ഇപ്പോൾ ഞങ്ങൾ സറാഫിൻ പറയായിരിക്കും അതിന് കുറച്ചും കൂടി അത് ഇപ്പം സറാഫിൻ ഇതിൽ പുതിയൊരു ബ്രാൻഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളിപ്പോ വിൻഹീൽസ് അല്ലാതെ നമ്മൾ പുതിയൊരു ബ്രാൻഡ് കൊണ്ടുവരുന്നത് ഡിയർ ബൗൺസ് എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഡിയർ ബൗൺസ്, ഡിയർ മാൻ ജമ്പിങ് ഇന്നൊരു മാൻ. സോ ഡിയർ ബൗൺസ് ആണ് ബ്രാൻഡിന്റെ പേര് വരുന്നത്. അതിൽ നമ്മൾ വിൻഹീൽസ് നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊണ്ടുവരാൻ വരുന്നത്. ഇപ്പോ അപ്പച്ചൻ എപ്പോഴും പറയും ഫുട്വെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ കടലോളം ഓപ്പർച്യൂണിറ്റീസ് ഇനിയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു നീഷിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ ഉള്ളതിൽ പോകേണ്ട ആവശ്യമില്ല. വി ഹാവ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ സെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഉള്ള പ്രൊഡക്റ്റിൽ എപ്പോഴും പുതിയ ചേഞ്ച് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ട്. സോ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിയർ ബൗൺസിൽ വരുന്ന എല്ലാ ഫുട്വെയർസും കംഫർട്ട് എഞ്ചിനീയർഡ് ഫുട്വെയർസ് ആണ്. ഫുട്വെയർ എന്നൊരു ഫാഷൻ ഇൻഡസ്ട്രിക്ക് അപ്പുറം അതിൽ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ അപ്പച്ചനിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഞാൻ ആദ്യം മുതൽ എങ്ങനെ കമ്പനിയിലൊക്കെ പോകുമായിരുന്നു. സോ ചെറുപ്പം തൊട്ടേ പോകുന്നതുകൊണ്ട് ഐ ഹവ് സീൻ ഓരോ പ്രോസസ്സും എങ്ങനെയാണ്. അതിൽ ചെറിയൊരു ഭാഗങ്ങളും പാട്ടാവാൻ പറ്റിയതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഫുട്വെയർ എന്താണ്, ഫുട്വെയറിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. സോ അതുപോലെ തന്നെ ഫുട്വെയർ ജസ്റ്റ് നമ്മൾ കാലിലൊരു ഫാഷന്റെ ഭാഗമായിട്ട് ഇടാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. അതിന്റെ ബിഹൈൻഡ് കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം എൻഷുർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ഫാദർ ആസ് എ ബിസിനസ്മാൻ എന്നുള്ള രീതിക്ക് വീട്ടിലെത്തി കഴിയുമ്പോഴും കൂടുതലായിട്ട് ബിസിനസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങൾ ഡൈനിങ് ടേബിളിലൊക്കെ ചർച്ചകൾ നടത്തുമ്പോൾ? അതെ, നമ്മുടെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ എന്റെ ചേട്ടൻ ഇതിൽ ഇൻവോൾവ് ആണ്. ചേട്ടന്റെ പേര് സാൻജോ എന്നാണ്. ചേട്ടനാണ് ഇപ്പൊ ഞങ്ങളുടെ യൂണിറ്റ് ഫുൾ നോക്കുന്നത്. ഓപ്പറേഷൻ, മാർക്കറ്റിംഗ് എല്ലാം ചേട്ടൻ ഫുൾ ഇൻചാർജ് ആണ്. സോ ചെറുപ്പം മുതലേ പറഞ്ഞതുപോലെ അപ്പച്ചൻ ഓൺട്രപ്രണർ മാത്രമായിട്ടല്ല, ആസ് എ സോഷ്യൽ പേഴ്സൺ ഓൾസോ എങ്ങനെയായിരിക്കണം നമ്മുടെ സോഷ്യൽ ലൈഫിൽ എങ്ങനെയാ സൊസൈറ്റിക്ക് എന്താ കൊടുക്കണ്ടേന്നുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പച്ചനെല്ലാം ഡിസ്കസ് ചെയ്യും വീട്ടിൽ വന്നിട്ട്. ഇപ്പൊ അമ്മയായാലും നമ്മളെ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. അപ്പച്ചൻ അപ്പോൾ ആദ്യം മുതൽ നമ്മളെ ഫാമിലിനെ ഒരുമിച്ച് നിർത്തി ചെറിയ കാര്യങ്ങളായാലും എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കായിരുന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഇതെല്ലാം നമ്മൾ ഗ്രൂത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായാലും ഐ എം വെരി ഹാപ്പി. ഈസ് മൈ മെന്റർ, ഹാവ് സച്ച് എ ഗുഡ് മെന്റർ. ഓക്കെ. നിങ്ങൾ ഫാമിലിയിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളും ഒബ്വിയസ്ലി എടുക്കാറുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ ഫാദറിന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇങ്ങനെയാണ് അത് നമ്മളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അതിൽ പുതിയ ആശയങ്ങളായാലും നമുക്കത് റീപ്ലേസ് ചെയ്യാം. പുതിയ ആശയങ്ങളൊക്കെ അതിൽ നിന്ന് വരുന്നത്. സോ ഇപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ഓപ്പൺ ഡിസ്കഷൻസ് ആണ് വരുന്നത്. ഇപ്പോഴൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആദ്യം യൂസ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ്. ഞങ്ങളും മാത്രമല്ല, ഞങ്ങളെ എന്തും തുറന്നു പറയാവുന്ന ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ ആദ്യം ഇത് കൊടുക്കും. ഇപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട് വിൻഹീൽസ്? 250. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര പേരെ വെച്ചിട്ടായിരുന്നു സാർ തുടങ്ങി? ശരിക്കും ഞാൻ സിംഗിൾ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓണർ ആൻഡ് വർക്കർ എന്നുള്ള രീതി. ഇന്ന് 250-ലധികം ആളുകൾ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് കുറെ ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മുടെ ജോബ് വർക്ക് ചെയ്യുന്ന ഒരുപാട് യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടുംബശ്രീയുടെ യൂണിറ്റ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. അവർക്കൊക്കെ നമ്മുടെ വർക്കുകൾ കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ സാറ് ഒരുപാട് ഇവന്റ്സ് ഗ്ലോബലി ഉള്ളതും ഇന്ത്യയിലുള്ളതായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇവന്റ്സ് അഥവാ ഇപ്പൊ നമ്മൾ എക്സ്പോ, അത് തന്നെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരിക്കലും പൂർണ്ണമല്ലല്ലോ, നമുക്ക് പൂർണ്ണതയില്ല. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, ഇപ്പൊ നമ്മൾ ചൈനയിൽ പോകുമ്പോൾ നമ്മളൊന്ന് കാണുന്നു, ചൈനയിൽ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമില്ല എന്നാണ്. അതെ, ഓരോ തവണ പോയി വരുമ്പോഴും നമുക്ക് പുതിയ അനുഭവങ്ങളായിരിക്കും. ഇപ്പൊ ഞങ്ങൾ 2019 US അവിടെ ഒരു മാജിക് എക്സ്പോ
ഒരു ഡിസ്പ്ലേ ആണ്. ഇൻ്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോ ആണ്. അതിൽ വിനീൽസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങളവിടെ ഡിസ്പ്ലേ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞ 8-9 കമ്പനികളാണ് സെലക്ട് ചെയ്തത്. അതിലൊന്നും ഞങ്ങളായിരുന്നു അതിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ വേറൊരു ലോകം. അപ്പോൾ ഈ ഓരോ എക്സ്പോവും നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണിച്ചു തരണം. നമ്മളോട് വിളിച്ച് പറയും ഇനി ഇതിലൊന്നും ആയിട്ടില്ല, നിനക്കിനി കുറേ ചെയ്യാനുണ്ട് അതാണ്. അപ്പോൾ ആ ഒരു മൈൻഡോട് കൂടിയാണ് നമ്മൾ തിരിച്ച് വരുന്നത്. എപ്പോഴും നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ എക്സ്പോകളും. ഈവൻ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നുണ്ട്. FTDC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ ഫുഡ് ഡിസൈൻ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ഫൂമ ഫുഡ് മാനുഫാക്ചർ അസോസിയേഷൻ ഉണ്ട്. മറ്റ് സംഘടനകളെല്ലാം കൂടിക്കൊണ്ട് റോ മെറ്റീരിയലിൻ്റെ ഒരു എക്സ്പോ ജൂലൈയിൽ കടവിൽ വരുന്നു, ജൂലൈ 18-19. ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇൻഡസ്ട്രിക്ക് പുതിയത് എന്ത് കൊടുക്കാൻ കഴിയും. അതിൽ രണ്ട് തന്നെ. ഇപ്പം നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയത് കണ്ടെത്തുന്നുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ഇതിൽ വിജയത്തിലെത്താൻ കഴിയില്ല. ഇൻഡസ്ട്രീൻ്റെയും കൂടി ഒരു സപ്പോർട്ട് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മെറ്റീരിയൽ കണ്ടെത്തി. ആ മെറ്റീരിയൽ ചിലപ്പോൾ നമ്മൾ ഒരാൾ വിചാരിച്ച് ഇവിടെ എത്തിക്കാൻ കഴിയില്ല, ഒരു ഗ്രൂപ്പ് വിചാരിച്ച് ഇവിടെ എത്തിക്കാൻ കഴിയും. അതേപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വർക്കേഴ്സിൻ്റെ കൾച്ചർ മാറും, ഇൻഡസ്ട്രിയുടെ ടോട്ടലി കൾച്ചർ മാറും. അപ്പോൾ എപ്പോഴും എക്സ്പോകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ആവശ്യമാണ്. അത് നമ്മൾ എവിടെ എക്സ്പോ ഫുട്വെയർ ഇൻഡസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ എക്സ്പോ നടക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് നമ്മളവിടെ നിരന്തരം വിസിറ്റ് ചെയ്യും. അത് ലോകത്തെവിടെയായാലും. ഓക്കെ, റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് എക്സ്പോ ഈ അടുത്ത് കാലിക്കറ്റ് നടക്കുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സാർ, അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആണോ? അതിൻ്റെ ഒരു ബ്രീഫ് വരും. ഞങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫുട്വെയർ റിലേറ്റഡ് ആയിട്ട് ആരെന്തൊക്കെ പ്രോഗ്രാം ഫുട്വെയർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നു അത് നാളെ കസ്റ്റമറിലേക്കാണ് എത്തുന്നത്. അതിൽ നമ്മൾ എല്ലാ സപ്പോർട്ടും മാത്രമല്ല, നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും അത് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ എക്സ്പോയിൽ ഞങ്ങളുടെ സ്റ്റാളുണ്ട്, ഞങ്ങളതിൽ പങ്കെടുക്കുന്നുണ്ട്. മിനിഗിൽസിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അന്നത്തെ ആ എക്സ്പോയിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു എക്സ്പോ ബൂട്ട്ലാൻഡ് എക്സ്പോ അല്ലേ? അത് ബൂട്ട്ലാൻഡ് എക്സ്പോ ശരിക്കും ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടത്, ആരൊക്കെയാണ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ? അതെ, അതിൽ ഞാൻ മനസ്സിലാക്കിയത് അവിടെ മാനുഫാക്ചേഴ്സ് വരുന്നുണ്ട്, ഹോൾസെയിൽ ഡിവിഷനിലുള്ള ആളുകൾ വരുന്നുണ്ട്, റീറ്റെയിലേഴ്സ് വരുന്നുണ്ട്, ഈവൻ കസ്റ്റമേഴ്സും വരണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള എക്സ്പോകളൊക്കെ നമ്മളെ ജനങ്ങൾ എപ്പോഴും ഇവിടെ ഈ നാട്ടിൽ ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നു? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഭാവം നമുക്കുണ്ട്. കാരണം നമ്മൾ ഈ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വളരെ പുറകിലെപ്പോഴും ഒരുപാട് പുറകില്ല. അത് നമ്മൾ ലോകത്തിൽ മറ്റുള്ള വേൾഡ് എക്സ്പോകളിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ എക്സ്പോകൾ. അത് റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഏതൊക്കെ രീതിയിലായാലും B2B എന്തൊക്കെ ഇത്തരത്തിലുള്ള എക്സ്പോകൾ വേണം. അതിലൂടെ നമുക്ക് ഒരുപാട് വളരാനായിട്ട് സാധിക്കും. കാരണം ഒരു എക്സ്പോ വരുമ്പോൾ അവിടെ വരുന്ന കമ്പനികൾ അവരെപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെ, അത് ഒരു പുതിയ തുടക്കം ഇൻഡസ്ട്രിക്ക്. അത് അവർ ഒരു എക്സ്പോ ശരിക്കും ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്യും പലപ്പോഴും. അപ്പോൾ അന്ന് മുതലേ അവരതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തും. എന്താണ് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഈ മാർക്കറ്റിൽ? അവർക്കൊരു അവസരമാണ്, ഇൻഡസ്ട്രിക്ക് ഒരു അവസരമാണ്, കസ്റ്റമർക്ക് ഒരു അവസരമാണ്. മാത്രമല്ല അത് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുന്നവർക്ക് ബ്രാൻഡ് ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയല്ലേ? തീർച്ചയായിട്ടും ഫുട്വെയർ ഇൻഡസ്ട്രി ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇതാണ്. പലപ്പോഴും ഇവിടെ 2006 ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് കേരളത്തിലൊരു എക്സ്പോ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ വന്നു. ഏകദേശം ഇന്ന് കേരളത്തിൽ 150 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അത്ര ഇല്ല അതിൽ. അപ്പോൾ ഇൻഡസ്ട്രിക്ക് വന്ന ആളുകൾ പലപ്പോഴും പല രീതിയിലുള്ള ആകർഷണം കൊണ്ട് വരും. ഇപ്പോൾ ഒരുപാട് എക്സ്പോകൾ ഇവിടെ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് സ്റ്റാർട്ട്. അപ്പോൾ ഒന്ന് ഈ സ്റ്റാർട്ടപ്പിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അന്ന് നമുക്ക് ഒരു ഫുഡ്വെയർ ഇൻഡസ്ട്രിക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാം, ഒരു മാനുഫാക്ചറിങ് സ്ഥാപനം തുടങ്ങാം, ഒരു ഹോൾസെയിൽ തുടങ്ങാം, റീറ്റെയിൽ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിത് പഠിക്കാനുള്ള സാധ്യതയും കൂടിയാണെന്ന് മനസ്സിലാക്കി ഇൻഡസ്ട്രിയെക്കുറിച്ച് കൃത്യമായിട്ട് നല്ല പഠനം നടത്തി അതൊരു 1, 2, 3 വർഷം കൃത്യമായിട്ട് പഠിച്ച് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനും കൂടിയുള്ള ബെനിഫിറ്റായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അതൊരു ബേഡനായിട്ട് മാറും. അതുമാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിൽ നിലവിലുള്ള ആളുകളെയും കൂടി അത് താഴോട്ട് കൊണ്ടുപോകും. അത് ഏത് ഇൻഡസ്ട്രിയിലായാലും. അപ്പോൾ നല്ല പ്ലെയേഴ്സ് വരണം. എന്തുകൊണ്ട് ഇപ്പം ഇന്ന് വേൾഡ് കപ്പ് നടക്കണം അല്ലേ? എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ടീമിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത്? അതേസമയം ചെറിയ രാജ്യങ്ങളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ?
അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലുള്ള ആളുകൾ വേണം. അത് നമ്മുടെ ഇൻഡസ്ട്രിയിലായാലും വേണം, ക്വാളിറ്റി ഉള്ള ആളുകൾ വേണം. അങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് ലെവലിൽ പെർഫോം ചെയ്യാനായിട്ട് വേൾഡ് ബ്രാൻഡുകൾ നമ്മുടെ ഈ ചിലപ്പോൾ ഈ കാലിക്കറ്റ് തന്നെ ഉണ്ടാവും. സാറ് തുടങ്ങുന്ന സമയത്ത് സാർ ഒരു സോളോപ്രനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഇന്ന് 250-ലധികം സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വളർന്ന സമയത്ത് സാറിന് എന്താണ് ശരിക്കും ഒരു ഫൗണ്ടർ മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്? കേരളം ശരിക്കും ബിസിനസ്സിന് പറ്റിയ മണ്ണല്ല, കേരളത്തിൽ ബിസിനസ് വളരില്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവിടെ നിന്നും ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെയിം വളർത്തിയെടുത്തതിൽ അതിന്റെ ഒരു POV എന്താണ് സാറിന്? അതായത് എനിക്കിതിൽ പറയാനുള്ളത്, എല്ലായിടത്തും എല്ലാം പോസിബിളാണ്. അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ആപ്പിൾ കാശ്മീർ ഉണ്ടാവുന്നുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും തന്നെ. അപ്പോൾ കേരളം വ്യവസായത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമുള്ള മണ്ണല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഞാനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അതിപ്പോൾ കഴിഞ്ഞ കാല സർക്കാരുകളായാലും ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ വരുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ 100-ൽ 1 നെഗറ്റീവായിട്ട് ആരെങ്കിലും ഉണ്ടായി, അതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, നെഗറ്റീവ്സിന് ഡിസ്കഷൻ ചെയ്യുന്നത്. പക്ഷേ കേരളം 100% ബിസിനസ്സിന് പറ്റിയൊരു മണ്ണാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഫുട്വെയർ ഇൻഡസ്ട്രിക്ക് പറ്റിയൊരു മണ്ണാണ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ചെറിയൊരു മലബാർ ഏരിയയിൽ മാത്രം 150ഓളം സ്ഥാപനങ്ങൾ വന്നത്. പിന്നെ പുതിയ ഓൺടർപ്രണേഴ്സിനോട് നമുക്ക് പറയാനാണ് ഇന്നത്തെ കാലത്ത് അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ആദ്യമാണ് അഡ്വൈസ് ചെയ്യണം. ഞങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല, ഡിപ്പെൻഡഡ് ആണ്. ഇന്നിപ്പോൾ എല്ലാം ഓപ്പൺ ആണ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഇൻഡസ്ട്രിയെ കുറിച്ച് ലോകത്തെ എന്തെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവന് അവന് വളരെ വിത്തിൻ സെക്കൻഡിൽ ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവന് വേണ്ടത് കുറച്ച് മൂല്യങ്ങളാണ്, അത് ആവശ്യമാണ്. സാറിന്റെ ഒരു സാറ് ബിൻ ഹീൽസ് ഇത്രയും കാലം റൺ ചെയ്തതിൽ സാറ് കീപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? അല്ല, ഒന്ന് നമുക്ക് ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സെൽഫായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ ഒരു ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങളൊരു സമയം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇവിടെ എത്തിയിരിക്കും. അത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിലൊരിക്കലും നമ്മളൊരു അലസത കാണിക്കും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻഡസ്ട്രിയിൽ ടെക്നോളജി എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെ ഏതെല്ലാം എത്രത്തോളം പഠിക്കുന്നു അതിനേക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. കാരണം നമ്മൾ വ്യവസായം ചെയ്യുന്നത് ശരിക്ക് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത്. ഇപ്പോൾ 250 സ്റ്റാഫ്, ചില ആളുകൾ പറയും 250 സ്റ്റാഫ് ഒരു അത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചത് ഒന്നുമല്ല, നമ്മൾ 0 ആണ് അവിടെ ശരിക്കും. പക്ഷേ ഇതേപോലെ തന്നെ നമുക്ക് ചില കോർ വാല്യൂസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ 30% ഞങ്ങൾ വുമൺ, അത് നമ്മുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ എവിടെ സ്ഥാപനങ്ങൾ തുടങ്ങായാലും ഒരു 30% സ്ത്രീകൾക്ക് ഞങ്ങൾ പരിഗണന കൊടുക്കാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു വാല്യൂവിൽ പെട്ട, അത് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ട് അത് പല സ്ഥാപനങ്ങളും അത് ചെയ്യാറില്ല. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരു ധാരണ, നമ്മൾ ഈ നാടിൻ്റെ ഒരു പാട്ടാണ്, നമ്മളെ വളർത്തുന്ന ഈ നാടിന്. അതേപോലെ തന്നെ ഉള്ളത് ക്ലാരിറ്റിയിൽ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് അത് സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും നിലനിൽക്കും. അത് അല്ലെങ്കിൽ അതിനൊരു ടൈം ബാർ ഉണ്ടായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ആവേശം കൊണ്ട് കയറി വരേണ്ട ഒരു സംഭവമല്ല വ്യവസായം. അത് ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതിനൊക്കെ ഒരേ ക്യാരക്ടർ ആയിരിക്കും. കൃത്യമായിട്ട് പഠിച്ച് അതിനോടൊരു പാഷൻ ഉണ്ടായിരിക്കുക, നമ്മളൊന്നും ആയിട്ടില്ല എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കുക. അപ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ളൊരു ആവേശം, ഇനി നമുക്ക് കുറേ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നൽ എപ്പോഴാണല്ലോ. അതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ടെക്നോളജി വിത്തിൻ സെക്കൻഡിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ 3D പ്രിൻറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരുപ്പ് മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓരോ ചെറിയ ചെറിയ ബൂത്തുകളിൽ ചിലപ്പോൾ ഒരു 3D മെഷീൻ വെച്ചിട്ട് അവിടെ വന്ന് ഓർഡർ കൊടുത്ത് അവിടെ നിന്ന് ചെരുപ്പുണ്ടാക്കി പോകുന്ന കാലഘട്ടമായിരിക്കും വരിക. ഷോപ്പുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. അത് ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് കൂടിയല്ലേ സാർ? ഫാസ്റ്റ് ഫാഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഭരിക്കുന്നുണ്ട്. അപ്പം അത് അവിടെ ചീപ്പായിട്ട് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സ് ആളുകൾ ഇങ്ങനെ സ്വീകരിച്ച് വരുമ്പം നമ്മൾ ക്വാളിറ്റിയിൽ നമുക്ക് ലിവറേജ് അവിടെ എങ്ങനെയാണ് നമുക്ക് അവിടെ ലിവറേജ് ചെയ്യാൻ പറ്റുക? ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ചലഞ്ചല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരിക്കലും ചലഞ്ചല്ല. അതെ, ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾ നിലനിന്നത്. അതെ, പക്ഷേ ഇപ്പം ഫാസ്റ്റ് ഫാഷനിൽ ലെസ് ക്വാളിറ്റിയിൽ ലെസ് പ്രൈസിൽ മാർക്കറ്റ് കീഴടക്കുന്ന ഒരു വിഭാഗം അല്ലേ, അത് ടെമ്പററി ഉണ്ടായിരിക്കുള്ളൂ. അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒക്കെ അറിയാലോ. നിലനിന്നിട്ടുള്ളത് ആരായിരിക്കും? നിലനിന്നിട്ടുള്ളതൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തവരല്ലേ.
അല്ലാത്തൊരു അത് ചെറിയൊരു ത്രട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കും മാർക്കറ്റിൽ ചെറിയ ചലഞ്ചസ് അല്ല അത് ശരിക്കും. അത് നാളെ ഈ കസ്റ്റമർ നമ്മളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങളൊരു മോശം ക്വാളിറ്റി ഉപയോഗിക്കുമ്പോഴാണല്ലോ ഇത് ഇത്രേ ഉള്ളോ, ഇത് ഏറ്റവും മോശമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ സ്വയം തിരിച്ചറിയാണല്ലോ കസ്റ്റമർ അതിൻ്റെ. അപ്പോൾ കസ്റ്റമർ അടുത്ത ഓപ്ഷൻ എന്താണ്, ക്വാളിറ്റി ഉള്ളതിലേക്ക് മാറാന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഇവിടെ ഇറക്കുന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ചെയ്യണമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു 5 yearsൽ മിനി ഹീൽസിന്റെ ഒരു പ്ലാൻ എന്താണ്? ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ജനറേഷനെ മിനി ഹീൽസ് ഏൽപ്പിച്ചിട്ട് സാർ ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള രീതിക്കാണോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ മാറേണ്ട സമയത്ത്, മാറി നിൽക്കേണ്ട സമയത്ത് മാറി നിൽക്കണം. നമ്മൾ പറയില്ലേ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താന്ന് പറയും. അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് പാട്ട് നിർത്താന്നുള്ളതല്ല, നമ്മൾ ഇവർക്ക് പാടാനുള്ള അവസരം കൊടുക്കണം. അത് ഇവരെ നല്ല ടൈമിൽ എല്ലാവർക്കും ഒരു സ്റ്റാർട്ട് ടൈം ഉണ്ടല്ലോ. അതെ, ഇപ്പോൾ സാൻജോനായാലും സറാഫി ആയാലും ഇവരുടെ ഏറ്റവും നല്ല ടൈം ഈ സമയത്തിന് ഞാൻ ഇവർക്ക് ഒരു അവസരം കൊടുക്കേണ്ടത്. ഇവർക്കിപ്പോൾ റിസ്ക് എടുക്കാനും കഴിയും, ഇവർക്ക് പല രീതിയിൽ നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയും. ഒരിക്കലും ഇവർ ചിന്തിക്കുന്ന പോലെ ഇനി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ അവസരം ഇവർ ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഇവർക്ക് ചാൻസ് കൊടുക്കണം. അതായിരിക്കണം ഇനിയും വിനീൽസ് വളരേണ്ടത് ഇവരുടെ കൂടെയാണ്, ഇവരിലൂടെയാണ് അത് വളരേണ്ടത്. ഇവർക്ക് അതിനുള്ള കാഴ്ചപ്പാടുണ്ട്. ആ ഒരു ബോധ്യം എന്നിൽ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എങ്കിലും ഇവർക്ക് എവിടെയെങ്കിലും സമയത്ത് ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ എന്നെ സമീപിക്കാം. എങ്ങനെയാണ് എന്താണ് സാർ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിനു ശേഷം സാറ് പേഴ്സണലായിട്ട് മെന്റർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു അഡ്വൈസർ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇതിന്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു മെൻറ്റർ ഇല്ല. എൻ്റെ മെൻറ്റർ എൻ്റെ കസ്റ്റമറും എൻ്റെ ഇൻഡസ്ട്രി തന്നെയാണ്. അതായത് ഞാൻ ഇൻഡസ്ട്രിയിൽ നിരന്തരം ഇടപെടുന്നതുകൊണ്ട് അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുന്നത്. ഞാൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഞാൻ ബിസിനസ്സിൽ ഇപ്പോൾ ഹോളിഡേ ആയാലും ഇപ്പോൾ പറഞ്ഞില്ല വീട്ടിലായാലും ഒക്കെ ഞാനിതിൽ 24 hours മീൻസ് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കിലൂടെ എനിക്കറിയാൻ പറ്റും എന്നിൽ എന്തെല്ലാം പോരായ്മ, ഞാൻ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒക്കെ ഇപ്പം ഇവർ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ചെയ്യുക എൻ്റെ പ്രശ്നങ്ങളായിരിക്കും. മനസ്സിലായി. അപ്പം അത് തുറന്ന് സംസാരിക്കാനുള്ളൊരു അവസരം ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആക്ച്വലി ആ ഡിസ്കഷൻസ് ആണ് നമ്മുടെ ഗ്രോത്തിനായാലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇപ്പോൾ മകളൊക്കെ പലപ്പോഴും എൻ്റെ കൂടെ വരാറുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടായോ അത് വളരെ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഞങ്ങളുടെ ഒരു പൊതുവേദിയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുക. ഒക്കെ അടുത്തിൽ അപ്പച്ചനായാലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പം ഇൻഡസ്ട്രിയിൽ കയറി വരുന്നുള്ളൂ. സോ എനിക്ക് ആസ് എ സ്റ്റാർട്ടർ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ അപ്പച്ചനാണ് നമ്മളെ പുഷ് ചെയ്ത് വിടുന്നത്. അതും വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിച്ച് നമ്മളെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ വളരെ ഫ്രീ ആയി നമ്മൾ സംസാരിച്ച് നമ്മളെ നൈസായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വിടും. അപ്പം അങ്ങനെയാണെങ്കിൽ താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ സാറയ്ക്കും ബ്രദറിനും നല്ല രീതിക്ക് മിനി ഹീൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. ഓൾ സക്സസ് ടു യു ഓൾ. താങ്ക് യു. താങ്ക് യു.